പ്രിയ സഹോദരി സഹോദരന്മാരെ, സമാധാനത്തിൻ്റെ രാജാവായ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിക്കായി നാം ഒരുങ്ങുന്ന ഈ പുണ്യകാലത്ത് ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ 4-ാം ദിവസമായ ഇന്ന് വിശ്വാസം വളരട്ടെ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊരു നിമിഷം ധ്യാനിക്കാം. ആഗമനകാലത്തിലെ ഓരോ ദിവസവും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനും ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഹൃദയത്തെ പാകപ്പെടുത്തുവാനുമുള്ള ക്ഷണമാണ്. ഈ ഒരുക്കത്തിൻ്റെ മകുടമാണ് വിശ്വാസം. ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് നമ്മുടെ വിശ്വാസം മങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തണം. ബലഹീനമായ വിശ്വാസമല്ല, മറിച്ച് ക്രിസ്തുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പ്രാപ്തമായ ഉദാത്തമായ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. ദൈവിക പദ്ധതിക്ക് മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചപ്പോൾ മറിയത്തിൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ വചനം പൂർണ്ണമായി വിശ്വസിക്കാനുള്ള അചഞ്ചലമായ ഒരുക്കമുണ്ടായിരുന്നു. ഈ ആഗമനകാലത്തിൽ പരിശുദ്ധ മറിയത്തെപ്പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതത്തിന് പൂർണ്ണമായി ഇടം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തു നമ്മിൽ ജനിക്കണമെങ്കിൽ നമ്മുടെ സംശയങ്ങളെയും ഭയങ്ങളെയും അതിജീവിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയ കവാടങ്ങൾ ഉണ്ണി ഈശോയ്ക്ക് തുറന്നു കൊടുക്കാം. ഈ ക്രിസ്മസ് വെറുമൊരു ആഘോഷം മാത്രമായി മാറാതിരിക്കട്ടെ, മറിച്ച് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ വിശ്വാസത്തിൽ വളർന്ന് യഥാർത്ഥ ക്രിസ്മസ് സന്തോഷം അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും.